സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ യു.ഡി.എഫ് സർക്കാർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കി. വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നു. നൌഫൽ, ഈ കേന്ദ്രം യു.ഡി.എഫ് സർക്കാർ, കേരളത്തിലെ സർക്കാർ കേന്ദ്രത്തിന് കീഴടങ്ങുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പുതിയൊരു വിവാദം അല്ലെങ്കിൽ പുതിയൊരു നടപടി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ പറയുന്ന വന്ദേമാതരം മുഴുവനായി ആലപിക്കണം എന്ന നിയമം കേന്ദ്ര സർക്കാർ ഇന്ന് പാസ്സാക്കുകയുണ്ടായി. രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതൊരു കേന്ദ്ര നയമാണ്, അതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന കാര്യവുമാണ്. പക്ഷേ അതായത് ഈ പറയുന്ന വന്ദേമാതരത്തിനെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ആ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മുഴുവനായി ആലപിക്കണം എന്ന രീതിയിൽ രാഷ്ട്രപതി അത് നിയമമാക്കി ഇന്ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. പക്ഷേ വിചിത്രമായ ഒരു കാര്യം, ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ, അതായത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ മുഴുവനായി പറയുന്ന വന്ദേമാതരം ആലപിക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സർക്കുലറിന്റെ കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ തന്നെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. അതായത് മുഴുവനായി ഇത് ആലപിക്കണം. സംസ്ഥാനത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന് ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിചിത്രമായ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേശീയ ഗാനമായ ജനഗണമനയുടെ ദേശീയ ഗാനത്തിന്റെ കാര്യം അവിടെയൊന്നും ഈ പരിധിയിലൊന്നും പറയുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന വന്ദേമാതരം നമുക്കറിയാവുന്നതുപോലെ അതേസമയം ദേശീയ നിലപാട് കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യാനന്തര കാലം മുതലുള്ള കോൺഗ്രസിന്റെ ദേശീയ നിലപാട് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് വിരുദ്ധമായാണ് സംസ്ഥാനം ഭരിക്കുന്ന യു.ഡി.എഫ് ഗവൺമെന്റ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫ് ഗവൺമെന്റ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പൂർണ്ണമായും ഈ പറയുന്ന വന്ദേമാതരം പറയുന്ന ഭാഗങ്ങൾ വിവാദപരമായ പല ഭാഗങ്ങളും സാധാരണയായി ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ പൊതുചടങ്ങുകളിൽ പറയാത്ത ഭാഗങ്ങളുണ്ട്. അതുൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആലപിക്കണം എന്ന രീതിയിലുള്ള സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന യു.ഡി.എഫ് മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അടക്കം ഈ പറയുന്ന വന്ദേമാതരം മുഴുവനായി ആലപിച്ചിരുന്നു. അത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന സംഘപരിവാറിനെ കീഴ്പ്പെടുന്ന നിലപാടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നാം കാണുന്നത് പോലെയുള്ള അതിന്റെ തുടർച്ചയായി എന്നോണം വേണം സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ദേശീയ ഗാനത്തിനേക്കാൾ മുകളിൽ പദവി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന്റെ കാര്യം എവിടെയും എടുത്തു പറയാതെ സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കണം എന്ന ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്.